ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് തൽക്കാലത്തൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സസ്പെൻഷൻ നിലനിൽക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ നിയമത്തെ കൂടുതൽ റീക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില അമെൻമെൻറ്റ്സ് ഒക്കെ വരുത്താനും ഒക്കെ അറ്റോർണി ജനറലിനോട് ട്രംപ് ആവശ്യപ്പെടുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നമ്മളുടെ ഇന്ത്യൻ വ്യവസായി ആയിട്ടുള്ള അദാനിക്കെതിരെ നിലനിൽക്കുന്ന കേസ് ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നത് ഒരു ഡിലേ ആകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇതിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കിട്ടുന്ന വേറൊരു വാർത്ത, അമേരിക്ക ആ കേസ് ശരിക്കും പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്തിട്ടില്ല. അമേരിക്കൻ ജസ്റ്റിസ് അല്ലെങ്കിൽ ജുഡീഷ്യൽ സൈഡിൽ നിന്നും ആ കേസ് മുന്നോട്ട് അവർ തുടരുകയാണ്. അപ്പോൾ അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ ഇന്ത്യൻ സഹായം തേടി US ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ US നിയമ നടപടികൾക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായം അമേരിക്കൻ തേടുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദാനിയുടെ ഓഹരികൾക്ക് വൻതോതിലുള്ള ഇടിവുകൾ ഉണ്ടാകുന്നതൊക്കെയാണ് നമുക്ക് ഈ വാർത്തകളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, നേരത്തെ ഒരു ബ്രൈബ് അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നൊരു, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ബ്രൈബ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കറപ്ഷൻ്റെ ആ ഒരു മേഖലയിൽ വരുന്നൊരു വലിയൊരു നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. അപ്പോൾ അദാനിക്കെതിരെ, അദാനിയുടെ ബന്ധുക്കൾക്കെതിരെ, അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റ് പല എക്സിക്യൂട്ടീവ്സിനെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള ഏകദേശം $265 മില്യൺ ബ്രൈബറി അല്ലെങ്കിൽ കറപ്ഷൻ കേസ്, അതായത് ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരിയൊന്നുമില്ല, ചില സ്റ്റേറ്റുകളിലെ ഒഫീഷ്യൽസിന്, പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെ ആയിരിക്കാം, കാരണം ഈ സോളാർ പവർ വിറ്റഴിക്കുന്നതിന് വേണ്ടി, അവരുടെ സഹായം കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ഈ പറഞ്ഞ ബ്രൈബ് അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ നിയമ നടപടികൾ നടക്കുന്നത്. അപ്പോൾ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, നമ്മളിവിടുത്തെ സെബിക്ക് തുല്യമായിട്ടുള്ളത്, നമ്മളിവിടെ സെബി SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അപ്പോൾ അതിൻ്റെ തുല്യമായിട്ടുള്ള അമേരിക്കയിലെ ബോഡിയാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, SEC, SEC എന്ന് പറയും. അപ്പം നമ്മുടെ രാജ്യത്തും ഈ ഓഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും സർവൈലൻസും ഒക്കെ നടത്തുന്നത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI ആണെങ്കിൽ അമേരിക്കയിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷനാണ്. അപ്പോൾ ഇന്ത്യയുടെ സഹായം തേടിയിട്ട് US സെക്യൂരിറ്റീസ് SEC അല്ലെങ്കിൽ SEC അത് സഹായം തേടി എന്നുള്ള വാർത്തയാണ് നമുക്ക് അദാനിക്കെതിരെ $225 മില്യൺ, അതായത് 2029 കോടി രൂപയോളം വരും ഇന്ത്യൻ റുപ്പീസിൽ വന്നിട്ട്. അപ്പോൾ ഗൗതമിനും സാഗറിനുമെതിരെ ഇതൊക്കെ അദാനിയുടെ ബന്ധുക്കളാണ്. പരാതിയിൽ അന്വേഷണം തുടരുന്നുണ്ട്. അതിനായിട്ട് ഇന്ത്യൻ നിയമ മന്ത്രാലയത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് ജില്ലാ കോടതി US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷനാണ്. അപ്പോൾ അത് ന്യൂയോർക്ക് കോടതിയെ ഈ പറഞ്ഞ ഇന്ത്യൻ നിയമ മന്ത്രാലയത്തിൻ്റെ സഹായം ഈ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഈ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവിടുത്തെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ന്യൂയോർക്ക് കോർട്ടിന്, ജില്ലാ കോടതിയെ, നമ്മളിവിടുത്തെ പോലുള്ള ഡിസ്ട്രിക്ട് കോർട്ടിനെ പോലുള്ള അവിടുത്തെ ന്യൂയോർക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ കോടതി അറിയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് 2024 നവംബറിലാണ് ഈ കേസ്. പിന്നെ സാഗർ അദാനി, അതുപോലെ തന്നെ അദാനി ഗ്രീൻ്റെ കുറേ ജീവനക്കാർ, എക്സിക്യൂട്ടീവ്സ്, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സിറിൽ കമ്പനീസ് എന്നിവർക്കെതിരെയാണ് US കോടതി കുറ്റം ചുമത്തിയിട്ടുള്ളത്. അതായത് US ഇൻവെസ്റ്റേഴ്സിനെ കബളിപ്പിച്ചു എന്ന ഉദ്യോഗസ്ഥർക്ക് കോടതി നൽകുന്നതൊക്കെയാണ് കേസിൽ. അപ്പം നമുക്കറിയാം, ഈ ഇന്ത്യയിലായാലും ശരി ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ നിയമമൊക്കെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലുമൊക്കെ കമ്പനി ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിച്ചോ അല്ലെങ്കിൽ കബളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, സെബിയാണ് ഇവിടെ ഇടപെടുന്നതും, സെബിയുടെ നേതൃത്വത്തിൽ. പക്ഷേ അത് നമുക്കറിയാം പല കാര്യങ്ങളിൽ എത്രത്തോളം ഇപ്പോൾ അദാനിയുടെ കേസ് തന്നെ സെബി അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ എത്രത്തോളം
ഈ കേസല്ല, നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അദാനിക്കെതിരെ സെബി അന്വേഷണം നടത്തുകയും, പക്ഷേ ആ അന്വേഷണങ്ങളൊക്കെ നമുക്കറിയാം ഏത് വഴിക്കാണ് പോയിട്ടുള്ളതെന്ന് അറിയാം. പക്ഷേ എന്നിരുന്നാലും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ലോ ആണ്, വളരെ കർശനമായിട്ടുള്ള നിയമമാണ്. അത് കമ്പനികളെ, ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിക്കാതിരിക്കുന്നതിനാണ്. വഞ്ചിച്ചു കഴിഞ്ഞാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കാനും ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വളരെ കർശനമായിട്ടുള്ള കടുത്ത നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ എല്ലായിടത്തും. അമേരിക്കയിലൊക്കെ വളരെ കർശനമായിട്ടുള്ള നിയമമാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിനെ കബളിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപ് ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് സസ്പെൻഡ് ചെയ്യുകയും, അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും ഈ അവിടെ കേസ് നിലനിൽക്കുന്നുണ്ട്, കേസ് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കും, അതായിരിക്കും വളരെ നിർണായകം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2024 കാലഘട്ടത്തിലാണ് വൈദ്യുത വിതരണ കമ്പനികളിൽ നിന്ന് സോളാർ എനർജിയുടെ പിന്നെ ഡീലുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഏകദേശം 2029 കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ചാർജ് ഷീറ്റിൽ പറയുന്നത്. ഇന്ത്യയിലാണ് ഈ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്കയിൽ ഇതിന് കേസുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പക്ഷേ അതിനിടെ ഈ കമ്പനി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തായിരിക്കും. അപ്പം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ എന്നല്ല വിദേശ കമ്പനികളായാലും അമേരിക്കൻ കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ഇതുപോലുള്ള കറപ്റ്റ് പ്രാക്ടീസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ അവിടെ ഈ ലീഗലായിട്ടുള്ള, എന്താണ് പറയുന്നത്, നിയമപരമായിട്ടുള്ള നടപടികളുണ്ടാകും. അവിടെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ അത് അന്വേഷിക്കും. അപ്പോൾ അന്വേഷണത്തിന് ഫലമായിട്ട് അത് ശരിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, അതായതിനാലും ശരി, കമ്പനിയുടെ ഓണർ പ്രൊമോട്ടർ ആയിരുന്നാലും ശരി, ബിസിനസ് ടൈക്കൂൺ ആയിരുന്നാലും ശരി, അവർക്ക് കോടതിയുടെ മുമ്പിൽ പോകേണ്ടി വരികയും അവരുടെ പിന്നെ ഭാഗം തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയും, അല്ലെങ്കിൽ കോടതി അത് അവസാനം അവർ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കറപ്റ്റ് പ്രാക്ടീസിൽ ഏർപ്പെടുന്നുണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി കോടതി ഇത് വേർഡിക്റ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതിനകത്തിൽ യാതൊരു കോംപ്രമൈസൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയിൽ കരാറുകൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് കൈക്കൂലി നൽകിയത്. അതാണ് ശരിക്കും പറഞ്ഞുള്ള കേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുവഴി അമേരിക്കൻ നിക്ഷേപകരെ വഞ്ചിച്ചു, ഇൻവെസ്റ്റേഴ്സിനെ ഡിസീവ് ചെയ്തു, ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു കേസാണ് അദാനിക്കെതിരെ ആയിട്ടുള്ള ഈ പറഞ്ഞ US നിലനിൽക്കുന്ന ചാർജ് ഷീറ്റിലെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്ത ഭാഗം, ക്രിട്ടിക്കലായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നേരത്തെ തന്നെ അദാനിയുടെ കമ്പനിയും ഈ പറഞ്ഞ അപവാദങ്ങളാണ്, ഇത് ആരോപണങ്ങളാണെന്നും പറഞ്ഞത് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ബിസിനസ് ആസ് യൂഷ്വൽ. ഏത് കേസ് ഉണ്ടാകുമ്പോഴും എല്ലാവരും ചെയ്യുന്നത് അവർ പറയും ഞാനത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്തിട്ടില്ല, നമുക്ക് തീർച്ചയായിട്ടും കോടതിയിൽ കാണാം എന്ന് പറഞ്ഞാണ് സാധാരണ എല്ലാവരും ഇതുപോലുള്ള കേസുകളെ ഫേസ് ചെയ്യുന്നതും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിലും പതിവ് രീതി ഇത് തന്നെയാണ്. കാരണം അദാനി അല്ലെങ്കിൽ അദാനിയുടെ കമ്പനി ഇതിനെ കട്ടാൻ എന്താണ് പറയുന്നത്, വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പ്രശ്നം, ഇത് കറക്റ്റ് അല്ല, ഈ ആരോപണം തെറ്റാണ്, ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം US നിയമ സംവിധാനം അനുസരിച്ചിട്ട് ഈ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ അവിടുത്തെ കേസിൽ കക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാരിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിലപാടെടുക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഗവൺമെൻറ് അങ്ങനെ പറയത്തുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനകത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലേ? അവർക്ക് ഹിഡനായിട്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ കർട്ടൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീനിൽ നിന്ന് ചിലപ്പം പല രീതിയിലുള്ള ചരടുവലികൾ നടത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഓപ്പണായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്കിനകത്തിൽ യാതൊരു പങ്കുമില്ല, അമേരിക്കയിൽ നടക്കുന്ന നിയമ പരിപാടി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആ ഒരു പ്രക്രിയ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അമേരിക്ക ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരാവശ്യപ്പെടുന്ന റിപ്പോർട്ടോ ഇൻഫർമേഷനോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്കിനകത്തിൽ യാതൊരു കാര്യവുമില്ല എന്നാണ് നമ്മുടെ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് കഴിഞ്ഞാലും ശരി അവർ പറയാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ്, അല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റിനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന
മോഡി ഗവൺമെന്റിന്റെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇത് തന്നെയാണ്. എന്താണ്, അമേരിക്കയും അവിടുത്തെ നിയമ സംവിധാനവും വ്യക്തികളും കക്ഷിയായിട്ടുള്ള കേസാണിത്. അതുകൊണ്ട് ഇന്ത്യക്ക് അതിൽ യാതൊരു റോളുമില്ല, പാർട്ടിയുമില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോ ബൈഡന്റെ സമയത്താണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായത്. പക്ഷേ ട്രംപ് അധികാരത്തിൽ നിന്നപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച സമയത്തിനുള്ളിൽ ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പുള്ളി സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തിൽ അദാനിക്കെതിരെയുള്ള കേസിൽ മാറ്റങ്ങൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ മുന്നോടിയിട്ടായിരിക്കും ട്രംപ് ആ ഒരു ആക്ടിനെ, ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിനെ സസ്പെൻഡ് ചെയ്തത്. 50 വർഷം പഴക്കമുള്ളതാണ് നിയമം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കൈക്കൂലി കൊടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിയമം ആണത്. അപ്പോൾ അതിനകത്തിലെ നടപടികൾ ട്രംപ് തൽക്കാലം പെർമനൻ്റ് ആയിട്ടില്ലെങ്കിൽ തന്നെയും താൽക്കാലികമായിട്ടത് മരവിപ്പിച്ചിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡിസ്മിസലല്ല, സസ്പെൻഷനാണ്. കേസ് ലോ അല്ലെങ്കിൽ ആക്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പവറാണ്. ആ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട് ആ സസ്പെൻഷൻ അദ്ദേഹം പ്രാവർത്തികമാക്കി. അപ്പോൾ ഇനി നമുക്ക്, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആ സസ്പെൻഷൻ നിലനിൽക്കുന്നത് കൊണ്ട്, സസ്പെൻഷനാണ്, ആ നിയമത്തെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല, സസ്പെൻഷനാണ്. അപ്പോൾ അവിടുത്തെ അറ്റോർണി ജനറലിനോട് അതിൽ വേണ്ട മാറ്റങ്ങൾ, അമെൻമെൻറ്റ്സും അല്ലെങ്കിൽ റിവിഷൻസും ഒക്കെ ഉണ്ടാക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ട്രംപ് പറയുന്നത് ഇങ്ങനൊരു നിയമം നിലനിൽക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനികൾക്ക് ഒരിക്കലും വിദേശ മണ്ണിൽ, വിദേശ രാജ്യങ്ങളിൽ പോയി സക്സസ്ഫുള്ളായിട്ട് പിന്നെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് ഏറ്റവും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് ട്രംപ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരു മീഡിയാസിൻ്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ, അപ്പോൾ അല്ലെങ്കിൽ ഈ ആക്ടിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അദാനിക്കെതിരായിട്ടുള്ള കുറ്റപത്രം പുനഃപരിശോധിക്കണമെന്ന് 6 US അംഗങ്ങൾ അറ്റോർണി ജനറലിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് അദാനി ഓഹരികൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ആദ്യം താഴേക്ക് വരും, പിന്നെ അതിനൊരു തിരിച്ചുകയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് അത് അദാനി ഓഹരികളിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അതുപോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ജനറലായിട്ടത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അദാനി ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. അപ്പം അതിനകത്തിൽ 4.3% രാവിലെ ഓഹരികൾക്ക് ഇടിവുണ്ടാകുകയും വിപണി മൂല്യം 2.5 ലക്ഷം കോടിക്ക് താഴെയാകുകയും ചെയ്തു. പിന്നീട് ഓഹരികൾക്ക് വീണ്ടും ഒരു കയറ്റം ഉണ്ടായി. പെട്ടെന്നൊരു ഷോക്കിംഗ് ന്യൂസ് കേൾക്കുമ്പോൾ വിപണിക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. പക്ഷേ പിന്നീട് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കിന് ഒരു തിരിച്ചുകയറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടായി എന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 4.2% വരെ താഴോട്ട് പോയി ഒരു സമയത്ത് ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ കമ്പനിയുടെ വിപണി മൂല്യം 1.4 ലക്ഷം കോടിയിൽ താഴെയായി. അതുപോലെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡിൻ്റെ ഓഹരി നഷ്ടമായിട്ടുണ്ടായിരുന്നു രാവിലെ, പക്ഷേ പിന്നീട് അത് ഉയർന്നു പൊങ്ങുകയും ചെയ്തിട്ടുണ്ട്. അദാനി പവർ, അപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികൾ ഇതൊക്കെയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ പ്രധാന കമ്പനി അദാനി എൻ്റർപ്രൈസ് ലിമിറ്റഡ്, അദാനി ഗ്രീൻ എനർജി, അദാനി പോർട്സ്, പിന്നെ അദാനി പവർ. ഇതൊക്കെ പ്രധാനപ്പെട്ട, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളാണ് അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള. അപ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ ഓഹരികൾ ആദ്യം ഒന്ന് കുറഞ്ഞ് താഴേക്ക് വന്നെങ്കിലും പിന്നീട് വ്യാപാരം എന്താണ് പറയുന്നത്, അത് ബെറ്ററായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ട്രംപ് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഇതിനകത്തിലെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നിയമ പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിക്ക് പോകണം. കാരണം അവിടെ മുഖം നോക്കലൊന്നുമില്ല. ആര് കുറ്റം ചെയ്തു കഴിഞ്ഞാലും നിയമത്തിൻ്റെ മുമ്പിൽ അവരെ ശിക്ഷിക്കപ്പെടണമെന്നുള്ള രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും അതതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ അതിനപ്പുറത്തുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങളാണെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാരണം ഈ കഴിഞ്ഞ ട്രംപ് മോഡി മീറ്റിംഗ്, അതിന് തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പാണ് ഈ ആക്ടിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു,
ഇത് അദാനിയെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അദാനിയും രക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇനിയും വരുന്ന ഈ പറഞ്ഞ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഏകദേശം ഈ വർഷം അവസാനത്തുള്ള ഇന്ത്യ സന്ദർശിക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുകയോ, അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്നും കൂടുതൽ കച്ചവടം അമേരിക്കയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് മിലിറ്ററി പർച്ചേസിൽ F-35 ഇന്ത്യക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F-35 പോലുള്ള ഈ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ പിന്നെ ഒരു അഗ്രിമെന്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിലൊക്കെ സൈൻ ചെയ്യാൻ ഇടയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മേഖലകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കോംപ്രമൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപിന്റെ ഇനിയുള്ള നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ, അത് റിവൈസ് ചെയ്യുമ്പോൾ അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും, വരാൻ പോകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കേസുകൾ മുമ്പോട്ട് പോകുമോ, നിലനിൽക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആൻഡ് സി യു ലേറ്റർ.